Hello everyone. So welcome to another episode of our podcast series at Kochi Kochi Norway. Diana here. സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സ്കാം അലേർട്ടായിട്ടാണ്. അതായത് അൺസ്കിൽഡ് വർക്കർ വിസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർവേയിലേക്ക് ഒരുപാട് സ്കാംസ് വരുന്നു. അതായത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു പ്രോമിസ് ഉണ്ട്. അതായത് ഞങ്ങളുടെ പേഴ്സണൽ ജേർണി ആൻഡ് ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളടുത്ത് ഷെയർ ചെയ്യണേ ഈ ഒരു എപ്പിസോഡിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊരു അർജൻറ്റ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ ഒരു പ്ലാൻ തന്നെ ചേഞ്ച് ചെയ്ത് ഞാനിപ്പോൾ ഈ ഒരു സ്കാമിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നത്. ലെറ്റ് മീ ടെൽ യു വൈ ദിസ് ഈസ് അർജൻറ്റ്. ഇത് ഭയങ്കര അർജൻ്റ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ലൈക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൂടെ ഒരു 10 പേരാണ് ഈ സെയിം ഒരു സിനാരിയോ ഈ ഒരു കേസ് വെച്ചിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. ദ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസീസ് ഇവിടെ ഫേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞിട്ട് ആൾക്കാരുടെ നിന്ന് പൈസയൊക്കെ നമ്മുടെ ഈ ഒരു ജോബ് പ്രോമിസ് ചെയ്ത് പൈസ തട്ടിയെടുക്കുന്ന ഒരു പരിപാടിയാണ്. ബിക്കോസ് ഈ 10 പേരുടെയും ഞങ്ങൾ ഈ ഒരു ജോബ് ഓഫേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ജോബ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയപ്പോൾ ഇത് ഫേക്കാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. സോ ഈ ഒരു സ്കാമിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനും നിങ്ങളിപ്പോൾ ഒരുപാട് പേര് ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. സോ ലെറ്റ് മീ ഗെറ്റ് ടു ദ സ്റ്റോറി ഫസ്റ്റ്. അതായത് ഞങ്ങളെ ഇങ്ങനെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചോദിക്കും. അപ്പോൾ ഞാനാണെങ്കിലും ജോസഫ് ആണെങ്കിലും ഞങ്ങൾക്ക് DM-ൽ വരുന്ന മെസ്സേജസിന് ഞങ്ങൾ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ ജെന്യുവനായിട്ട് നോക്കി തന്നെയാണ് റിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവർ ജസ്റ്റ് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഓഫർ ലെറ്റർ അല്ലെങ്കിൽ അവർക്ക് എന്ത് ഡീറ്റെയിൽസ് ആണ് അയച്ചു തന്നതെന്ന് നമ്മൾ ചോദിക്കും. ഇതും നമുക്ക് ആ ഒരു ഒറ്റ ഫസ്റ്റ് ലുക്കിൽ പറയാൻ പറ്റും ഇത് ഫേക്ക് ആണ്. ബിക്കോസ് അത്രയും ഒബ്വിയസ് ആയിട്ടായിരിക്കും ആ ഒരു ഫേക്ക് ഓഫർ ലെറ്റർ അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. അവരുടെ നെയിമിലൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്ന കാരണം നമ്മൾ ഇവിടുത്തെ ഒരു ജോബ് അഡ്വർടൈസ്മെന്റ്സ് കണ്ടിരിക്കുന്ന കാരണം നമുക്കത് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ലാസ്റ്റ് ഡേ അതായത് സെപ്റ്റംബർ 28 ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 28, 2025 എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ 3 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരാൾ സംസാരിച്ചത്. ഞാൻ നെയിം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഏജൻസിയുടെ ആണെങ്കിലും ആൾക്കാരുടെ ആണെങ്കിലും ഞാൻ നെയിം ഒരു ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇത് ഒറ്റ ഏജൻസിയിൽ നിന്നല്ല ഈ തട്ടിപ്പുകൾ വരുന്നത്. ഈ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത എല്ലാവരും പല ഏജൻസി ത്രൂ ആണ് ഇവർ നമ്മളെ പറ്റിക്കുന്നതായിട്ട് നമ്മൾ അറിയണേ. പക്ഷേ ഇവരുടെ ഭയങ്കര ഒരു സ്പെഷ്യൽ കേസായിരുന്നു എന്ന് ഞാൻ പറയാം. ബിക്കോസ് അവരുടെ ഓഫർ ലെറ്ററൊക്കെ പക്കയായിരുന്നു. അതായത് നല്ല ഒന്നാന്തരം രീതിക്കാണ് ഇവരെ പറ്റിച്ചു തുടങ്ങിയേക്കണേ. അപ്പോൾ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ജോബ് ഓഫേഴ്സ് ലെറ്റേഴ്സിൽ നിന്ന് വളരെ വളരെ ഇവിടെ എങ്ങനെ അയക്കും അതുപോലെ തന്നെ ഒരു നോർവീജിയനിലുള്ള ജോബ് ഓഫർ ലെറ്റർ, അവരുടെ നെയിം, കമ്പനിയുടെ ഓർഗനൈസേഷൻ നമ്പർ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഏജൻസിക്കാർ പറ്റിക്കണേ. അതായത് ആ ഒരു ചെറിയ രീതിയിൽ നിന്ന് വളരെ നല്ല തട്ടിപ്പുകളിലേക്ക് എത്തുകയും ഒരുപാട് പേര് ഇതിന് അതായത് ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ നോർവേ മല്ലു എന്നുള്ള യൂട്യൂബ് ചാനലിൽ ആ ചേട്ടനും ഇട്ടിട്ടുണ്ട്. ബിക്കോസ് ഒരുപാട് പേര് എല്ലാവരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ ജോബ് ഓഫേഴ്സ് വരുന്നു എന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കിയെടുക്കാം എന്ന് കുറച്ച് ഇൻഫോർമേഷൻസ് തരാനാട്ടോ ഞാനിവിടെ വന്നേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഫേക്ക് ജോബ് ഓഫർ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെഡ് ഫ്ലാഗ്സ് കണ്ടുപിടിക്കാം, എങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള സാധനമാണെന്ന് കണ്ടുപിടിച്ച് രക്ഷപ്പെടാമെന്ന് കുറച്ച് ഇൻഫോർമേഷനാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ഇന്ന് ഞങ്ങൾ കോൺടാക്ട് ചെയ്ത ആ ആൾക്കാരുടെ ആ ഒരു റിയൽ സ്റ്റോറീസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു റിയൽ സിറ്റുവേഷൻ വെച്ചിട്ട് അവർ അയച്ചു തന്ന ഓഫർ ലെറ്റർ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഫേക്ക് ആണെന്ന് ഇയാൾക്ക് മനസ്സിലായി എന്ന് കാണിക്കാം. അപ്പോൾ ഇതേ സിറ്റുവേഷൻസ് നിങ്ങളുടെ ഉണ്ടോയെന്നും നിങ്ങൾക്ക് നോക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അപ്പോൾ 2 സിറ്റുവേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫേക്കാന്ന് പറയുന്ന 2 സിറ്റുവേഷനാണ് ഞാൻ എടുത്തേക്കണേ. സോ കേസ് നമ്പർ 1. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ കണ്ടേക്കണവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓഫർ ലെറ്റർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഫേക്കാണെന്ന്. ഇനി അതൊക്കെ പോട്ടെ, ഇതിപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾ നോർവേയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ കാണിച്ചിരിക്കുന്നത് സാലറി ഡോളേഴ്സിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര റെയറാണ്. ബിക്കോസ് നോർവേത്തെ കറൻസി എന്ന് പറയുന്നത് നോക്കാണ്, നോർവീജിയൻ ക്രോണേഴ്സ്. അപ്പോൾ നോർവീജിയൻ ക്രോണേഴ്സിലാണ് ഒട്ടുമിക്ക എല്ലാ അഡ്വർടൈസ്മെൻറ്റ്സിലും നമ്മൾ ഇവിടെ സാലറി കാണിക്കുക. ഡോളേഴ്സിൽ കാണിക്കില്ല എന്നല്ല, റെയർ കേസുകളിൽ ചിലപ്പോൾ വല്ല ഓഫ് ഷോർ കമ്പനീസൊക്കെ ഡോളേഴ്സിൽ കാണിച്ചു എന്നിരിക്കാം. പക്ഷേ മോസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ ജോബ് അഡ്വർടൈസ്മെൻറ്റ്സിൽ അവർ നോക്കിലാണ് കാണിക്കുക, NOK. റെഡ് ഫ്ലാഗ് നമ്പർ 2. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷനിൽ 10+2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര ഫണ്ണിയാണ്. ബിക്കോസ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ 10th ഗ്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ഇയേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് +1 +2 എന്നുള്ള രീതിയല്ല, ഇവിടെ 3 ഇയേഴ്സും കൂടി നമ്മൾ എഡ്യൂക്കേഷൻ ഉണ്ട്. ആ ഒരു എഡ്യൂക്കേഷൻ എടുക്കണേനെ ഇവിടെ വിദർഗോണ്ട് സ്കൂളിൽ നിന്നാണ് പറയണത്. അപ്പോൾ നോർവീജിയനിലാണ് നമുക്ക് തരുന്ന ആ ഒരു ജോബ് ഓഫർ എങ്കിൽ അതിനകത്ത് ഫുൾ ഫോർ വിദർഗോണ്ട് സ്കൂൾ, അതായത് കംപ്ലീറ്റഡ് അപ്പർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അപ്പർ സെക്കൻഡറി സ്കൂൾ എന്നാണ് പറയുക. അതല്ലാണ്ട് 10+2 എന്നൊക്കെ ഇത് നമ്മുടെ നാട്ടിൽ
ജോബിൽ ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ടല്ല ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കിയേക്കുന്നതെന്ന്. ഇനി അടുത്ത റെഡ് ഫ്ലാഗ് നോക്കുകയാണെങ്കിൽ ടിക്കറ്റ്സ് ആണ്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് നമുക്ക് കംപ്ലീറ്റ്ലി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊരു അൺസ്കിൽഡ് വർക്കർ വിസ. ഫസ്റ്റ് ഓഫ് ഓൾ അൺസ്കിൽഡ് വർക്കർ വിസ എന്നൊരു വിസ ഇവിടെ ഇല്ല. ഇനി നിങ്ങൾ സീസണൽ വർക്കറായിട്ട് വരാണെങ്കിൽ ഒരു സീസണൽ വർക്കറിന് ടിക്കറ്റ്സ് ഒരിക്കലും കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ആ കമ്പനി റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അതേ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യാണ്, അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെയാണ് നമുക്ക് ടിക്കറ്റ് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുള്ളൂ. അതല്ലാതെ ഇവിടെ വർക്കിന് വരുന്ന സീസണൽ വർക്കേഴ്സിന് കമ്പനി ഒരിക്കലും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യില്ല. ഇത് ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു സിനാരിയോയേ അല്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനൊരു ഏജൻസിയുടെ നെയിം കാണിക്കുന്നില്ല, പക്ഷേ ഈ ഏജൻസി ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു കമ്പനി രജിസ്റ്റേർഡ് പോലും അല്ല. ഇത് ചെന്നൈ ബേസ്ഡ് ഒരു കമ്പനിയാണ് കാണിച്ചത്. അപ്പോൾ ഞാനത് വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഒരു വെബ്സൈറ്റ് ഇല്ല, ഇങ്ങനത്തെ ഒരു നെയിമിൽ ഒരു കമ്പനി രജിസ്റ്റേർഡ് അല്ല. അപ്പോൾ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ ഏജൻസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഏത് ഏജൻസിയാണെന്നുള്ളതും ഇവർക്കൊരു കമ്പനി ഉണ്ടോ, ഇവർ രജിസ്റ്റേർഡ് ആണോ, ഇവർ എത്രത്തോളം ജെന്യുവൻ ആണെന്ന് അവിടെ നിന്ന് ഇതിനു മുന്നേ ചെയ്തേക്കണ ആൾക്കാരെ സ്വയം വിളിച്ച് ചോദിക്കുക. അല്ലാതെ കമ്പനിക്കാർ പറയാണ് നമ്മൾ ഒരുപാട് പേരെ കയറ്റി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. അപ്പോൾ ഇത്തരം ബേസിക് കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിനകത്ത് ഒരു കോമഡി റെഡ് ഫ്ലാഗ് ഞാൻ കണ്ടുപിടിച്ചു, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതായത് ഞാൻ നോക്കിയപ്പോൾ OUGK മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നാണ് ഇവർ ചോദിച്ചേക്കുന്നത്. ഇവർ ഉദ്ദേശിച്ചത് OGUK മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഒരാളെ പറ്റിക്കുമെങ്കിലും ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവർക്ക് നോക്കായിരുന്നു. പക്ഷേ ഇത് നമ്മൾ നോക്കേണ്ടത് നമ്മളാണ്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ പോയി ഏതൊരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും അത് ക്ലിയർ ആയിട്ട് നോക്കേണ്ടത് നമ്മൾ റീഡേഴ്സിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ഇനി സ്കാമേഴ്സിൻ്റെ ഒരു മെയിൻ സംഭവമുണ്ട്, അതായത് നമ്മളെ ധൃതി പിടിപ്പിച്ച് അപ്ഫ്രണ്ട് ആയിട്ട് പൈസ മേടിക്കുക. അത് പലതിലും പലതായിരിക്കും ചോദിക്കുന്നത്. ചിലർ ചോദിക്കും നമുക്ക് ടിക്കറ്റ് അഡ്വാൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, UDI എന്ന് പറയണം, അവിടേക്ക് സബ്മിറ്റ് ചെയ്യണം. ഇത് എല്ലാം ചുമ്മാതാണ്. അതായത് എംപ്ലോയറിൻ്റെ നിന്ന് നിങ്ങളുടെ നെയിമിൽ ഒരു ഓഫർ ലെറ്റർ നിങ്ങളെ കാണിച്ച് ആ എംപ്ലോയറായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഉറപ്പ് വരുത്താണ്ട് അപ്ഫ്രണ്ട് ആയിട്ട് നിങ്ങളോട് പൈസ ചോദിക്കുന്നുണ്ടോ, അത് സ്കാമാണ്. ആ ഒരു ഒറ്റ കാര്യം മതി നിങ്ങൾക്ക് ഫേക്ക് ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 40,000 റുപ്പീസാണ് ടിക്കറ്റിന് അഡ്വാൻസ് ആയിട്ട് ചോദിച്ചേക്കണേ. ടിക്കറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് അവർ ടിക്കറ്റ് അഡ്വാൻസ് ചോദിച്ചേക്കണേ. പോട്ടെ, ഏജൻസി നമുക്ക് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാനാണ് അവരുടെ ഉദ്ദേശമെങ്കിലും നോക്കിയാൽ അഡ്വാൻസ് എന്ന് പറഞ്ഞ് 40,000 റുപ്പീസാണ് ചോദിച്ചേക്കുന്നത്. നമ്മളിവിടേക്ക് 1 വേ ടിക്കറ്റ് ഒരു 3 months മുന്നേ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 40 to 50K നമുക്ക് കിട്ടാവുന്നതുള്ളൂ. 40K നമുക്ക് ഈസി ആയിട്ട് ഒരു ഒറ്റ ടിക്കറ്റ് കിട്ടും നമ്മൾ 3 മാസം മുന്നേ കൊടുക്കുകയാണെങ്കിൽ. എന്നിട്ടാണ് ടിക്കറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും പ്രൈസ് അവർ മേടിക്കുന്നത്. അപ്പോൾ ഇത്രയും ബിഗ് എമൗണ്ട്സ് ആണ് ഇവർ നമ്മുടെ നിന്ന് മേടിക്കുന്നത്. അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ധൃതി പിടിപ്പിക്കുകയാണോ നിങ്ങളെ എന്തായാലും ചിന്തിക്കണം. കേസ് നമ്പർ 2. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞങ്ങൾക്കൊരു ഓഫർ ലെറ്റർ അല്ല കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്ത ആൾ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാണ് ചെയ്തത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഏജൻസിയിൽ നിന്ന് അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ബേസിലാണ് അവർ പൈസയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് ഫേക്കാണെന്ന്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ ആമസോണിലോട്ടാണ് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി. നോർവേയിൽ ആമസോൺ പോലും ഇല്ല, എന്നിട്ടാണ് ആമസോണിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇവർ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് തന്നെ എന്തൊരു മണ്ടൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് എടുത്ത് നമുക്ക് ജോബ് തരുന്നത് പറയണേ. അറ്റ്ലീസ്റ്റ് ഇവിടെയുള്ള ഒരു കമ്പനി പോലും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാനിപ്പോൾ നോർവേയിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആമസോണിന് ഒരു വെയർ ഹൗസ് പോലും ഇല്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വെയർ ഹൗസ് എങ്കിലും ഉണ്ടാവും. ഒരു വെയർ ഹൗസ് പോലും ആമസോണിന് ഇല്ല, എന്നിട്ടാണ് അവിടേക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്ന് പൈസ മേടിക്കുന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ആ കമ്പനി തന്നെ ഉണ്ടോയെന്ന്. കമ്പനി ഉണ്ടെങ്കിൽ കമ്പനിയുടെ ഓർഗനൈസേഷൻ നമ്പർ നോക്കുക, അതിനകത്തുള്ള ഒരു എംപ്ലോയറിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അവിടെ ഇതിനൊരു ജോലി ഉണ്ടോ എന്ന് നോക്കുക. ബിക്കോസ് ഉള്ള കമ്പനികളും ഇല്ലാത്ത കമ്പനികളുടെ പേരിലും ഈ ഏജൻസീസ് നമുക്ക് ഫേക്ക് സാധനങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒരു എംപ്ലോയറിന് നിങ്ങൾ മെയിൽ അയച്ചിട്ട് ആ എംപ്ലോയർ നിങ്ങളോട് പറയാണ് യെസ് ഇവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ അയച്ചതാണ് ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ മാത്രം അത് ശരിയുള്ളൂ. സോ ഇനി നമ്മൾ ഇവിടെ തന്നേക്കുന്ന ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ സാലറി ഭയങ്കര ബ്ലാങ്ക് ആയിട്ടാണ് കൊടുത്തേക്കണേ. അതായത് സാലറി എന്ത് കറൻസിയിലാണെന്ന് പോലും അവർ കൊടുത്തിട്ടില്ല. ഇനി ഇത് നോർവീജിയൻ ക്രോണേഴ്സ് ആണെന്ന് വിചാരിക്കുക. നോർവീജിയൻ ക്രോണേഴ്സ് ആണെങ്കിൽ ഈ പെർ മന്ത് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഇതിവിടെ വളരെ ലോ ആണ്. ഈ ഒരു സാലറിക്ക് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഇനി അവർ ഉദ്ദേശിച്ചത് ഡോളേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഡോളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹൈ എൻഡ് സാലറിയാണ്. ഇത്രയും സാലറി ഒന്നും നമുക്ക് ഈ ഒരു വെയർ ഹൗസ് ജോബുകൾക്ക് ഇവിടെ കിട്ടില്ല. അപ്പോൾ വാട്ട് ടു എക്സ്പെക്റ്റ്, അതായത് എന്തൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾക്ക് വെയർ ഹൗസ് വർക്കേഴ്സിന് കിട്ടുന്ന സാലറി എന്ന് പറയുകയാണെങ്കിൽ പെർ മന്ത്
നമുക്കൊരു 18,000 NOK തൊട്ട് 25,000 NOK വരെ. അതായത് ഈ ഒരു സാലറി റേഞ്ചിലാണ് ഇവിടെ വെയർ ഹൗസ് വർക്കേഴ്സ് കിട്ടുന്നത്. ഇതിൽ 25,000 NOK എന്ന് പറയുന്നത് നല്ല ബിഗ് കമ്പനീസ് ജസ്റ്റ് ലൈക്ക് ഐക്കിയ അല്ലെങ്കിൽ അസ്കോ അല്ലെങ്കിൽ ടൈൻ, ഇതൊക്കെയാണ് ഇവിടുത്തെ ബിഗർ കമ്പനീസ്. ഈ കമ്പനീസിൻ്റെ വെയർ ഹൗസിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് 25,000 NOK ഒക്കെ കിട്ടുക. ഇനി ഓഫ് ഷോർ ജോബുകളാണെങ്കിൽ നിങ്ങൾ ഓഫ് ഷോറിൽ നമ്മൾ അൺസ്കിൽഡ് ജോബുകൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഫിഷ് പാക്കേജിങ് ഓൺ ബോട്ട്, അതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ആയിട്ടുള്ള ജോബ് ആയതുകൊണ്ടും ഓഫ് ഷോർ ആയതുകൊണ്ടും നിങ്ങൾക്ക് കുറച്ചും കൂടി ഹയർ റേഞ്ച് സാലറി കിട്ടും. അപ്പോൾ ഒരു 26,000 NOK തൊട്ട് 40,000 NOK വരെയാണ് ആ ഒരു റേഞ്ച് വരുന്നത്. പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ഇന്ത്യൻസിന് അൺസ്കിൽഡ് വർക്ക് വിസ ഇവിടെ ഇല്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ സാലറി റേഞ്ച് ഇവിടെ നോർവേയിൽ അഥവാ യൂറോപ്പിൽ നിന്നുള്ള വർക്കേഴ്സ് വെയർ ഹൗസുകൾ വർക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സാലറിയാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു റെഡ് ഫ്ലാഗ് ആണ് TRC എന്ന് പറഞ്ഞിരിക്കണം. TRC പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കണേ. ഈ TRC എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ടെമ്പററി റെസിഡൻസ് കാർഡാണ്. പക്ഷേ ഈ ഒരു ടേം നമ്മൾ നോർവേയിൽ യൂസ് ചെയ്യാത്തൊരു ടേമാണ്. നോർവേയിൽ നമുക്ക് വിസ തരുന്ന ആ ഒരു കാർഡിന്, റെസിഡൻസ് കാർഡിന് നമ്മൾ നോർവീജിയൻ ID എന്നാണ് പറയുക. അതൊരു ഫിസിക്കൽ ID കാർഡാണ്. അപ്പോൾ TRC എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ റഷ്യ, ഉക്രൈൻ അല്ലെങ്കിൽ കസഖ്സ്ഥാൻ ഇങ്ങനത്തെ കുറച്ച് കൺട്രീസിൽ യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് അവരിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ നോക്കണേ കാണാം TRC വിൽ ബി പ്രൊവൈഡഡ് ഫോർ 6 to 12 months എന്നാണ് പറഞ്ഞേക്കണേ. ഞാൻ പറഞ്ഞ പോലെ സീസണൽ വർക്കർ വിസ ഇവിടെ നമുക്ക് കിട്ടും. പക്ഷേ സീസണൽ വർക്ക് വിസ കിട്ടണത് 6 months കിട്ടുള്ളൂ. 6 മാസത്തേക്ക്, ഒരു വർഷത്തെ ആ ഒരു പീരീഡിൽ 6 മാസത്തേക്കാണ് നമുക്ക് സീസണൽ വർക്കർ വിസ കിട്ടുക. ആ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യണം. പക്ഷേ ഈ ഒരു സീസണൽ വർക്കർ വിസയും നമ്മൾ ഇന്ത്യൻസിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര റെയർ ആണ്. ബിക്കോസ് ഈ ഒരു വർക്കർ വിസ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ കമ്പനി ആദ്യം തന്നെ നോർവേയിൽ അങ്ങനെ ഒരു വർക്കറിനെ കിട്ടുമോ എന്ന് നോക്കണം. നോർവേ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിൽ EU, EEA കൺട്രീസിലൊക്കെ ഇങ്ങനെ ഒരു വർക്കറിനെ കിട്ടുമോ നോക്കണം. ഈ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നോക്കിയിട്ട് ഇങ്ങനെ ഒരു വർക്കറിനെ, സീസണൽ വർക്കറിനെ അവർക്ക് കിട്ടിയില്ല എന്നൊരു ഡോക്യുമെൻ്റ് അവർ ഇവിടുത്തെ UDI, അതായത് നമ്മുടെ ഇമിഗ്രേഷനൊക്കെ നോക്കണം, ഇവിടുത്തെ ഗവൺമെൻറ് ഓർഗനൈസേഷനിലേക്ക് കൊടുത്താൽ മാത്രമാണ് വേറൊരു കൺട്രിയിൽ നിന്ന് ഒരു സീസണൽ വർക്കറിനെ അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടെ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഒരുപാട് സീസണൽ വർക്കേഴ്സ് ഇവിടേക്ക് വരാൻ റെഡിയായി നിൽക്കുന്നതുകൊണ്ടും നോർവേയിൽ തന്നെ ഇഷ്ടംപോലെ അൺസ്കിൽഡ് വർക്കേഴ്സിനെ ലഭിക്കുന്നതുകൊണ്ടും ഇവിടെ നോർവേയിലേക്ക് നമ്മൾ പുറത്ത് വേറെ കൺട്രീസിൽ നിന്ന് അൺസ്കിൽഡ് വർക്കേഴ്സിനെ അല്ലെങ്കിൽ സീസണൽ വർക്കേഴ്സിനെ ഇങ്ങോട്ട് എടുക്കുന്നത് ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ 99.999% ഇല്ല, അത്രയും റെയറാണ്. ഇനി അടുത്ത പോയിൻ്റാണ് ഏറ്റവും ഫേക്ക്. അതായത് ഒരു നോർവേയിലെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിലും ചോദിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ ചോദിച്ചേക്കണേ. അതായത് സ്പെസിഫിക് കൺട്രീസിൽ നിന്നുള്ള ആപ്ലിക്കൻസിനെ മാത്രം എടുക്കുള്ളൂ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ കൺട്രീസിൽ നിന്നാണ് നമ്മൾ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇവിടേക്ക് എടുക്കുക. എന്നിട്ട് ചോദിച്ചേക്കെന്തോ ഏഷ്യൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഏഷ്യൻ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരെ പെട്ടെന്ന് അവർക്ക് പറ്റിക്കാൻ പറ്റുന്നത് കൊണ്ടായിരിക്കും. ബിക്കോസ് ഇവിടുത്തെ റൂൾസ് നമുക്ക് ഇന്ത്യൻസിനും അല്ലെങ്കിൽ ബാക്കി ഏഷ്യൻ കൺട്രീസിലും അധികം അറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അവർ ആൾക്കാരെ പറ്റിക്കാൻ നോക്കുന്നത്. സോ ഇങ്ങനെ ഇന്ന കൺട്രീസിൽ നിന്നുള്ളവർ മാത്രം അപ്ലൈ ചെയ്യണമെന്ന് ഒരിക്കലും ചോദിക്കില്ല. അത് യൂറോപ്യൻ കൺട്രീസ് ആയിട്ട് പോലും അവർ ചോദിക്കില്ല ലൈക്ക് ഇന്ന യൂറോപ്യൻ കൺട്രീസിലുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക, അങ്ങനെ ഒരു സീനില്ല. എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന ജോബ്സാണ് ഇവിടെ പുറത്തേക്ക് ഇടുക. സോ ഈ 2 കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരുന്നു നമുക്ക് ഇതൊരു ഫേക്ക് ആണെന്ന് കണ്ടുപിടിക്കാൻ. ബിക്കോസ് റെഡ് ഫ്ലാഗ്സ് ഒക്കെ വളരെ ഒബ്വിയസ് ആയിരുന്നു. ബട്ട് കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, എന്നെ റീസെൻ്റ്ലി കോൺടാക്ട് ചെയ്ത ആ 3 പേര് അയച്ച ആ ഒരു ജോബ് ഓഫർ ലെറ്റർ കണ്ടപ്പോൾ ടു ബി ഫ്രാങ്ക് ഞാൻ ആക്ച്വലി ഒന്ന് ഞെട്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെക്ഷൻസും നല്ല പക്കയായിട്ട് നല്ല നോർവീജിയനിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ടായിരുന്നു ഇനി ഇത് ഉള്ളതാണോ എന്ന് നമുക്ക് തോന്നിപ്പോണ രീതിയിലായിരുന്നു ആ ഒരു സാധനം അവർ റെഡിയാക്കി കൊടുത്തിരുന്നത്. അവർ ജസ്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസിന് വേണ്ടി കോൺടാക്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ഓഫർ ലെറ്റർ ചോദിക്കുകയും ആ ഓഫർ ലെറ്റർ എനിക്ക് ശരിക്കും ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്തപ്പോഴാണ് ഇത് ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായേ. അപ്പോൾ ഇപ്പോൾ അവർ വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലാണ്. ബിക്കോസ് നമ്മൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ UDIക്ക് കൊടുക്കണേ നമ്മുടെ പേരിൽ. അത് ഏജൻസി ത്രൂ പോയാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം വരിക. ഇനി ഏജൻസിയിൽ നിന്ന് എങ്ങനെ ഈ പൈസ തിരിച്ചെടുക്കും, ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു ഓഫർ ലെറ്റർ ഞങ്ങൾക്ക് നോക്കിയിട്ട് റിവ്യൂ ചെയ്തപ്പോൾ അത് ഫേക്കാണെന്ന് മനസ്സിലാക്കിയതും ഞാൻ കമ്പനീനൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്യേണ്ടി വന്നു. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ബിക്കോസ് ഈ വീഡിയോ ഞാൻ വിചാരിച്ചതിനേക്കാളും ലോങ് ആയി. അപ്പോൾ പക്ഷേ ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഈ ഒരു അടുത്ത വീഡിയോ വരണ വരെ പോലും ആരും പറ്റിക്കപ്പെടരുത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാനിപ്പോൾ പറഞ്ഞുതരാം.
സോ ദ ഫസ്റ്റ് തിങ്, നിങ്ങൾ ഇവിടെ നോർവേയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്, അത് വർക്ക് ആണെങ്കിലും ഫാമിലി ഇമിഗ്രേഷൻ ആണെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് UDI, അതായത് നോർവേഷ്യൻ ഡയറക്ടറേറ്റ് ഓഫ് ഇമിഗ്രേഷൻ. ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇമിഗ്രേഷൻസ് എല്ലാം നോക്കുന്ന ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് UDI.no എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാ ഫാമിലി ഇമിഗ്രേഷനെ പറ്റിയിട്ടാണെങ്കിലും വർക്ക് ഇമിഗ്രേഷനെ പറ്റിയിട്ടാണെങ്കിലും എന്തൊക്കെ വിസയുണ്ടോ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് വർക്കിനാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളത് റീഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പം ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ ഞാൻ ഒരു സാധനം കണ്ടു. അതായത് UDI.no നമ്മൾ ഇന്ത്യൻ എന്നുള്ള ഒരു സിറ്റിസൺഷിപ്പ് നമ്മൾ ഏത് നാട്ടിലത്തെ ആളാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഇപ്പോൾ ഒരു അലേർട്ടാണ്, ഫ്രോഡുലൻറ്റ് വർക്ക് ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട്. എത്രത്തോളം ആൾക്കാരെ ഇന്ത്യക്കാരെ തന്നെ സ്പെസിഫിക്കലി പറ്റിച്ചിട്ട് വേണം ഇങ്ങനൊരു ഫ്രോഡുലൻറ്റ് ഓഫേഴ്സിൻ്റെ ഒരു അലേർട്ട് UDIയുടെ വെബ്സൈറ്റിൽ ഇടാൻ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ ഒരു അലേർട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ക്ലീൻ ആയിട്ട് ഏതൊക്കെ കമ്പനി നെയിംസ് വെച്ചിട്ടാണ് ഇതുവരെ ആൾക്കാരെ പറ്റിച്ചേക്കണേന്ന് ഫുൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു 30 കമ്പനി നെയിംസ്, അത് ഉള്ളതും ഇല്ലാത്തതുമായ കമ്പനി നെയിംസ് ആണ് ആ ഒരു ലിസ്റ്റിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ UDIയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു അലേർട്ട് വരണമെങ്കിൽ അത്ര അധികം പറ്റിപ്പ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി UDIക്കാർ തന്നെ ഈ ഒരു ഫ്രോഡുലൻറ്റ് കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പേരിൽ ഒരു എംപ്ലോയറിൻ്റെ നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ എംപ്ലോയറിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഇത് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം ബിഫോർ ട്രസ്റ്റിംഗ് ദ ഏജൻസീസ്. ഏത് ഏജൻസി ആണെങ്കിലും അത് നിങ്ങളുടെ ആര് പറഞ്ഞു തന്നിട്ടാണ് നിങ്ങൾ അവിടെ പോയെങ്കിലും പ്ലീസ് ഡോണ്ട് ബിലീവ് ഇറ്റ്. ഇങ്ങനെ അറിയണ ഫ്രണ്ട്സ് കൂടി പറ്റിക്കണമെന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പോയിന്റിലാണ് കൂടുതൽ ദേഷ്യവും. ഞാൻ ഇതിനകത്തേക്ക് കൂടുതൽ ടൈം ഇൻപുട്ട് ചെയ്തത്. ബിക്കോസ് നമ്മൾ അറിയുന്നവരും ഇങ്ങനെ പറ്റിച്ച് നമ്മൾ 5 ലക്ഷമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ എമൗണ്ടാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ വേറെ ആരെയും വിശ്വസിക്കാതെ നിങ്ങൾ തന്നെ ആ എംപ്ലോയറിനെ കോൺടാക്ട് ചെയ്ത് ഒന്നല്ലെങ്കിൽ ഇമെയിൽ അയയ്ക്കുക, അല്ലെങ്കിൽ ലിങ്ക്ഡിനിലുണ്ടാവും, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ HRൻ്റെ കോൺടാക്റ്റ് കിട്ടും. പിന്നെ നോർവീജിയൻസ് ആണെങ്കിൽ ഇമെയിലിന് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യണവരാണ്. അപ്പോൾ നിങ്ങളൊരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ നിന്ന് റെസ്പോൺസ് കിട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ തന്നെ അതൊന്ന് ഉറപ്പാക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ UDIയുടെ ഒരു പോളിസി അനുസരിച്ച് നമ്മൾ ഏജൻസി ത്രൂ ആണ് നമ്മളൊരു ആപ്ലിക്കേഷൻ വെക്കണേ എങ്കിലും നമ്മുടെ ആപ്ലിക്കൻസിൻ്റെ ഉത്തരവാദിത്തമാണ് ആ എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റ് ആവണം എന്നുള്ളത്. അപ്പോൾ ഒരു ഫേക്ക് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫേക്ക് ജോബ് ഓഫർ വെച്ചിട്ട് നിങ്ങളൊരു ഡോക്യുമെൻറ്റ് UDIയിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടാലും അതിൻ്റെ എന്തെങ്കിലും ഒരു പെനാൽറ്റി വരുമ്പോഴും ആപ്ലിക്കൻസിനാണ് വരിക. അതായത് ഏജൻസി ചെയ്താലും പണി കിട്ടുന്നത് നമ്മൾ ആപ്ലിക്കൻസിനായിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫേക്ക് ജോബ് ഓഫർ ത്രൂ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ പോയിട്ടുണ്ടെങ്കിൽ 5 years എൻട്രി ബാനാണ് നമുക്ക് കിട്ടുന്നത് ഷെങ്കൻ ഏരിയയിൽ നിന്ന്. അതായത് ഒരു ഷെങ്കൻ കൺട്രീസിലോട്ടും നിങ്ങൾക്ക് 5 yearലോട്ട് പിന്നെ എൻട്രി ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഫൺ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻസീസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെക്കുന്ന പോലും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം കിട്ടില്ല. മനസ്സിലായോ? അതായത് ആപ്ലിക്കേഷൻ വെച്ചാലല്ലേ ഇങ്ങനെ നമ്മൾ UDIന്ന് ഈ പ്രശ്നം വരുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എങ്ങാനും ആപ്ലിക്കേഷൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 year ആണ് ബാൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ ഒക്കെ പുറമെ നിങ്ങൾ വളരെ ക്ലീൻ ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടേക്ക് അൺസ്കിൽഡ് വർക്കർ വിസ ഇല്ല. അപ്പോൾ അൺസ്കിൽഡ് വർക്കർ വിസ എന്ന് പറഞ്ഞോ ഫേക്കാണ്. സീസണൽ വർക്ക് വിസയേ ഉള്ളൂ. അപ്പോൾ 6 മാസം വരെയാണ് കിട്ടുള്ളൂ. അതെങ്ങാൻ 1 year എന്ന് പറയാണോ ഫേക്കാണ്. ആൻഡ് 6 monthsലോട്ടുള്ള ഈ സീസണൽ വർക്ക് വിസ ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ റെയർ ആണ്. അതുകൊണ്ട് ആ ഒരു പേരിൽ വന്നാലും വിശ്വസിക്കാൻ നമ്മൾ ഒരുപാട് ചിന്തിക്കണം, ഒരുപാട് ക്രിട്ടിക്കലായിട്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ യെസ് പറയാൻ. അപ്ഫ്രണ്ട് ആയിട്ട് നിങ്ങളോട് പൈസ ചോദിക്കുന്നുണ്ടോ ഫേക്കാണ്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾ നോക്കുക. ഞാൻ മാക്സിമം കൂടുതൽ ചിന്തിച്ച് നിങ്ങൾക്കുള്ള എല്ലാ ക്വയറീസിനും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്ലീസ് ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഞാൻ ജെന്യുവൻ ആയിട്ട് പറയുകയാണ്, ഞാൻ വീഡിയോസിന് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടല്ല പറയണേ. ബിക്കോസ് ഇത് കറക്റ്റായിട്ട് ഷെയർ ചെയ്ത ആളുകളിലേക്ക് എത്തണം. ബിക്കോസ് ഒരുപാട് പേരാണ് സ്കാം ചെയ്യപ്പെടുന്നത്. എനിക്കിങ്ങനെ ഇപ്പോൾ ഈ ലാസ്റ്റത്തെ പേര് ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി ആൻഡ് ഭയങ്കര ദേഷ്യവും തോന്നി. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് സ്വരു കൂട്ടി വെക്കണ, ഇങ്ങനെ പെറുക്കി വെക്കുന്ന പൈസയാണ് ഇവർ ഒറ്റയടിക്ക് ജോബ് വേക്കൻസി എന്നും പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷ തന്നു വിടണേ. അതായത് നമ്മുടെ മറ്റേ പഴഞ്ചൊല്ലി പറയണ പോലെ ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നാണ്. ഒരുപാട് ആശകൾ കൊടുത്ത് ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് നമ്മൾ സ്വരു കൂട്ടി വെച്ച് ഈ പൈസ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ജോബ് കിട്ടും, നമുക്ക് ഈ കൺട്രിയിലോട്ട് മൂവ് ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇത്രയും വലിയൊരു അടി, അതായത് ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഏജൻസിക്കാർ പറയണേ ഓ സോറി വേറെ ആൾക്കാരെ
എടുത്തു, നിങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ, നമ്മൾ അറിയണ പോലും ഇല്ല നമുക്ക് അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കറക്റ്റായിട്ടുള്ള ആളുകളിലേക്ക് എത്തണം. അതായത് ഇപ്പോൾ സ്കാം ചെയ്യുന്ന ആളുകൾ ഇത് കാണുമ്പോൾ അത് റെഡ് ഫ്ലാഗ്സ് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യും. ഓക്കെ, ഇന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, ഇന്നത് നമ്മൾ ഒളിപ്പിക്കണം എന്ന് അവർക്ക് തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കഷ്ടപ്പെടുന്ന ആളുകളിലേക്ക്, അതായത് സ്കാം ചെയ്യപ്പെടുന്ന ആളുകളിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാൻ സെക്കൻഡ് വീഡിയോയിൽ ഈ 3 പേരുടെ കേസ്, അതായത് ഹിഡൻ ആയിട്ട് ഇരുന്നിരുന്ന ഒരു റെഡ് ഫ്ലാഗ്സും ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു, നമ്മളെങ്ങനെ കമ്പനീനെ കോൺടാക്ട് ചെയ്തു, കമ്പനി എന്താണ് പറഞ്ഞത്, ഈ എല്ലാ ഡീറ്റെയിൽസും ഞാൻ സെക്കൻഡ് വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതെ.